അപ്പോൾ നമുക്ക് ഇങ്ങനെ അറ്റത്തുനിന്ന് തുടങ്ങാം. മലയാള മനോരമയിൽ പതിവ് പോലെ തന്നെ ഫ്രണ്ട് പേജിൽ പരസ്യമാണല്ലോ സാർ. പരസ്യം നമുക്കങ്ങ് മാറ്റിപ്പിടിക്കാം. പരസ്യം മറിച്ചു കഴിഞ്ഞാൽ ചോദ്യമതാ കിടക്കുന്നു. സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ക്യാപ്റ്റൻ ആര്? അതാണ് മനോരമയുടെ പ്രധാന വാർത്തയായി കൊടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പോരാട്ടം നയിക്കാൻ രണ്ടാം നിരയുടെ പങ്കാളിത്തവും എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. നമുക്കതിലേക്ക് വന്നു കഴിഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് 15-ലധികം പേർ പുറത്താകും. നവകേരളം എന്നുള്ള ഒരു ബോർഡ് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. അതിൽ ഇപ്പുറത്ത് നവകേരളം മൂന്നാം തവണയും പിണറായി 2 ടേം മാത്രം MLA-മാർക്ക് എന്ന് അത് തിരിച്ചിട്ടുകൊണ്ട് നവ എന്നുള്ളത് തിരിച്ചിട്ട് 3ഉം 2ഉം ആക്കിക്കൊണ്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു വരയാണ് നമ്മൾ കാണുന്നത്. പാർട്ടിയെ തുടർഭരണത്തിലേക്ക് നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്യാപ്റ്റനാക്കി CPIM ഒരിക്കൽ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമോ? കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു നിൽക്കുന്ന ചോദ്യത്തിന് നേരിട്ടല്ലെങ്കിലും ഇന്ന് തുടങ്ങുന്ന കൊല്ലം സംസ്ഥാന സമ്മേളനം ഉത്തരം നൽകും എന്നതാണ്. വൈസ് ക്യാപ്റ്റന്മാരുടെ രണ്ടാം നിരയുടെ പങ്കാളിത്തം ഭരണ തുടർച്ചയ്ക്കുള്ള പോരാട്ടം നയിക്കാൻ ഉണ്ടാകുമെന്നുള്ളത്. ഒപ്പം ഉൾപേജിലും പ്രധാനമായി തന്നെ ഈ വാർത്ത ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനോരമ. ഇനി ഭാരമാകില്ല പ്രത്യയശാസ്ത്രം, പാർട്ടി വോട്ടുകൾ BJPക്ക് മറിയുന്നെന്ന CPIM റിപ്പോർട്ടും പേജ് 5-ൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതിലേക്ക് കൂടി നമ്മൾ വന്നു കഴിഞ്ഞാൽ പേജ് 5-ലേക്ക് കൂടി നമുക്കൊന്ന് ഓടിപ്പോകാം. കൊല്ലം മുതൽ കൊല്ലം വരെ എന്ന് ചരിത്രപ്രസിദ്ധമായ 9 സമ്മേളനങ്ങളുടെ വിഭാഗീയതയ്ക്ക് തുടക്കമിട്ടത് 95-ലെ കൊല്ലം സമ്മേളനമാണ്. കാർ ഒഴിഞ്ഞ് 2025 ഓരോ ഇടങ്ങളിലും നടന്ന സംസ്ഥാന സമ്മേളനങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നതുകൂടി മനോരമ 5-ാം പേജിൽ വർത്തമാനം പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭാരമാകില്ല പ്രത്യയശാസ്ത്രം, ഇനിയൂന്നൽ പ്രായോഗിക രാഷ്ട്രീയത്തിന്. സമീപനമാറ്റം വ്യക്തമാക്കുന്നതായിരിക്കും ഇന്ന് മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന രേഖ എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ പ്രത്യയശാസ്ത്ര കടുംപിടുത്തത്തിൽ അയവ് വരുത്തിക്കൊണ്ട് വികസനത്തിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന പ്രായോഗിക രാഷ്ട്രീയ സമീപനത്തിലേക്ക് പാർട്ടി നയപരമായി മാറുകയാണെന്ന പരസ്യ പ്രഖ്യാപനമാകും CPIM സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന രേഖ എന്നതാണ് ഉൾപേജിൽ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ. അതുപോലെ തന്നെ പാർട്ടി വോട്ടുകൾ BJPക്ക് മറിയുന്നു എന്ന CPIM-ന്റെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സുജിത് നായരുടെ എക്സ്ക്ലൂസീവാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിന് പ്രശംസ, ഉദ്യോഗസ്ഥർക്ക് വിമർശനം. എങ്ങനെയാണ് ഈ CPIM വോട്ടുകൾ പോകുന്നത് എന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് മറിഞ്ഞത്, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് UDF വോട്ട് ചോർച്ചയ്ക്കൊപ്പം തന്നെ LDFന്റെ വോട്ടും BJPക്ക് കിട്ടി എന്നതടക്കം ഈ റിപ്പോർട്ടിൽ സുജിത് നായർ ഇട്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഫ്രണ്ട് പേജിലേക്ക് വന്നാൽ 1.9 ലക്ഷം കോടി കൂടി ബാങ്കുകൾക്ക് പണവുമായി റിസർവ് ബാങ്ക്. 1 ലക്ഷം കോടി രൂപയുടെ സർക്കാർ സെക്യൂരിറ്റി വാങ്ങും. ഡോളർ രൂപ മാറ്റിയെടുക്കൽ വഴിയും പണം. അപ്പോൾ അതായത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ വഴി 2 തവണയായി 1 ലക്ഷം കോടിയുടെ സർക്കാർ സെക്യൂരിറ്റി ബാങ്കുകളിൽ നിന്ന് RBI വാങ്ങും എന്നുള്ളതാണ്. എന്തായാലും വൻതോതിൽ പണം പിൻവലിക്കൽ നടന്നത് ഈ കുംഭമേളയുടെ സമയത്താണ്. അപ്പോൾ അത് ലിക്വിഡിറ്റി കുറയ്ക്കാനിടയാക്കിയെന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകളുമൊക്കെ വന്നിരുന്നു. അപ്പോൾ എന്തായാലും ബാങ്കുകൾക്ക് പണം എത്തിക്കാനായിട്ടുള്ള റിസർവ് ബാങ്കിന്റെ നീക്കമാണ് പ്രധാന വാർത്തയായി കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, യുവതീ മക്കളും ജീവനൊടുക്കിയ കോട്ടയത്തെ സംഭവമാണ്. അതിൽ ഭർത്താവ് നോബി ലൂക്കോസ് അറസ്റ്റിലായി എന്ന വാർത്തയും മനോരമ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിരിക്കുകയാണ്. മറ്റൊന്ന്, നായ്ക്കുരണപ്പടി വിവാദമാണ്. കാക്കനാടുണ്ടായ കുട്ടിയുടെ മേൽ നായ്ക്കുരണപ്പടി വിതറിയ സംഭവത്തിൽ സ്കൂളിലെ 3 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു. ഒരാളെ സ്ഥലം മാറ്റി. പ്രതിപട്ടികയിലുള്ള 6 SSLC വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിലുണ്ടായിരിക്കുന്ന നടപടി. ഒറ്റ യാത്രയിൽ നടി കടത്തിയത് 12.56 കോടിയുടെ സ്വർണം. രന്യ റാവുവിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ്. രണ്ടാനച്ഛൻ കർണാടക DGP രന്യയുടെ കടത്ത് പോലീസ് എസ്കോട്ടിൽ എന്നുള്ളതാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. 12.56 കോടിയുടെ സ്വർണ്ണ ബിസ്ക്കറ്റുമായി കന്നഡ നടിയും DGP രാമചന്ദ്ര റാവുവിന്റെ വളർത്തുമകളുമായ രന്യ റാവു വിമാനത്താവളത്തിൽ പിടിയിലായത്. പോലീസ് എസ്കോർട്ടോടെ സുരക്ഷാ പരിശോധന മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ്. വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 2.06 കോടിയുടെ കറൻസി, 2.67 കോടിയുടെ സ്വർണ്ണാഭരണങ്ങൾ, ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കടത്തിനെ കുറിച്ച് ഒപ്പം ഭർത്താവിന്റെ ബിസിനസിനെ കുറിച്ച് ഒന്നും തനിക്ക് അറിയില്ല എന്നൊക്കെയാണ് രാമചന്ദ്ര റാവു പറയുന്നത്. പക്ഷേ അത് വിവാദമായിട്ടുണ്ട്. ഉയർന്ന ഓണറേറിയം നൽകുന്നത് കേരളമാണ് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞതിനെ ഖണ്ഡിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടി മനോരമ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുകയാണ്. ഉയർന്ന ഓണറേറിയം നൽകുന്നത് സിക്കിമാണ്. കേരളം 7,000 രൂപ ഓണറേറിയമായി നൽകുമ്പോൾ 2.5 വർഷം മുൻപ് തന്നെ സിക്കിം സർക്കാർ ഓണറേറിയം 6,000-ൽ നിന്ന് 10,000-ആക്കി വർദ്ധിപ്പിച്ചിരുന്നു. 2022 ഒക്ടോബർ 1 മുതൽ വർധന പ്രാബല്യത്തിലാക്കി സിക്കിം ആരോഗ്യ സെക്രട്ടറി പുറത്തിറക്കിയ വിജ്ഞാപനം ഓൾ സിക്കിം ആശാ വെൽഫെയർ അസോസിയേഷൻ അവരുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ പങ്കുവച്ചിട്ടുണ്ട് എന്നതാണ്. 1.5 ലക്ഷം രൂപയുടെ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ച ആന്ധ്രയെക്കുറിച്ച് ഇതടക്കം വീണ ജോർജിന്റെ അവകാശവാദം തെറ്റാണ് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടും കൊടുത്തിരിക്കുന്നു. ഈ മഹാകോപം മഹാദേവന്റെ കഴിഞ്ഞ ദിവസം ആന ഇടഞ്ഞതാണ് പ്രധാനപ്പെട്ട ഒരു ചിത്രമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇടക്കൊച്ചിയിൽ ഉത്സവത്തിനെത്തിച്ച കൂട്ടോളി മഹാദേവൻ എന്ന ആന ഇടഞ്ഞപ്പോൾ ആ ഒരു കാറ് കുത്തിമറിക്കുന്ന ദൃശ്യം നമ്മൾ ഇന്നലെ തത്സമയം കണ്ടതാണ്. അതാണ് മനോരമ ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനോരമയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മാതൃഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, മാതൃഭൂമിയിലും ചെങ്കൊടി ഉയർന്നു എന്ന് പറഞ്ഞ ഇന്നലത്തെ പതാക ഉയർത്തലിന്റെ ദൃശ്യമാണ് പങ്കുവച്ചിരിക്കുന്നത്. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ വാർത്തകൾ ഉൾപേജിലുമുണ്ട്. പിണറായിക്ക് മാത്രം ഇളവ് എന്ന്
പറഞ്ഞുകൊണ്ട് ഉൾപേജിലും അത് പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റാഗിംഗ് നിരോധന നിയമത്തിൽ മൂർച്ച കൂട്ടാൻ ഹൈക്കോടതി എന്നതാണ് മറ്റൊരു പ്രധാന തലക്കെട്ട്. കലാലയ റാഗിംഗ് ക്രൂരമായ അക്രമങ്ങളിലേക്ക് നീങ്ങിയതോടെ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും മാത്രമല്ല സമൂഹ മനസാക്ഷിയാകെയാണ് ദുലിക്കുന്നതെന്നും നേരിടാൻ സമഗ്ര സംവിധാനം ആവശ്യമാണെന്നും ഹൈക്കോടതി പറയുന്നു. ഇക്കാര്യത്തിൽ സമഗ്രമായ ചട്ടങ്ങൾ വേണമെന്ന് പറഞ്ഞ് UGCയെ കൂടി കക്ഷി ചേർത്തിരിക്കുകയാണ്. അത് വളരെ പ്രാധാന്യത്തോടു കൂടി നൽകുന്നു. ഒപ്പം ഇന്നലെ 2 മലയാളികളുടെ വധശിക്ഷ UAE നടപ്പാക്കിയെന്നുള്ള വാർത്ത നമ്മുടെ മുന്നിലേക്ക് വന്നിരുന്നു. അതും പ്രാധാന്യത്തോടു കൂടി കൊടുത്തിരിക്കുന്നു മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ. ബാക്കി പരസ്യമാണ്. അപ്പോൾ ആ പരസ്യം നമ്മളങ്ങ് മടക്കി വയ്ക്കുന്നു. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് പോകാം. എന്തായാലും സമ്മേളന കാലമായതുകൊണ്ട് അടുത്തതായി നമുക്ക് ദേശാഭിമാനിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ് ഡിസൈൻ, അതോടൊപ്പം തന്നെ പ്രത്യേക പതിപ്പ് ഒക്കെയുണ്ട്. പ്രത്യേക പതിപ്പിൽ സമ്മേളനത്തിൻ്റെ സമഗ്രമായ വിവരങ്ങളുണ്ട്. നല്ല ലേഔട്ടുമാണ്. പുതിയ ആകാശം എന്ന തലക്കെട്ടോടു കൂടിയാണ് ധനമന്ത്രി KN ബാലഗോപാൽ പതാക ഉയർത്തുന്ന ദൃശ്യം. അതോടൊപ്പം മുഖ്യമന്ത്രി അടക്കം മുദ്രാവാക്യം വിളിക്കുന്ന ആ ഒരു ചിത്രമാണ് AR അരുൺരാജ് പകർത്തിയ ചിത്രമാണ് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ ഉള്ളത്. നവകേരളത്തിലേക്കുള്ള ജനകീയ ബദലിനും വികസന കുതിപ്പിനും പുതിയ പ്രതീക്ഷ പകർന്ന് CPIM സംസ്ഥാന സമ്മേളനത്തിന് രക്തപതാക ഉയർന്നു. ഒപ്പം പ്രത്യേക പതിപ്പടക്കം 20 പേജാണ് ഇന്ന് ദേശാഭിമാനി ഇറക്കിയിരിക്കുന്നത്. വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ദേശാഭിമാനി നവകേരളത്തിൻ്റെ പ്രകാശ ഗോപുരം എന്ന് ഇതിൽ പ്രകാശ് കാരാട്ടിൻ്റെ ലേഖനമുണ്ട് ഫ്രണ്ട് പേജിൽ. പ്രൊഫസർ MK സാനുവിൻ്റെ, ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ, CK ദിനേശ്, M പ്രശാന്ത് തുടങ്ങി വിപുലമായ ഒരു പ്രത്യേക പതിപ്പ് കൂടി സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ദേശാഭിമാനി ഇറക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വാളയാർ കേസ് സംബന്ധിച്ചാണ്. അമ്മയും രണ്ടാനച്ഛനും 3 കേസുകളിൽ കൂടി പ്രതികളായി എന്നുള്ള വാർത്തയാണ് ഇന്നലെ വന്നത്. അത് പ്രാധാന്യത്തോടു കൂടി തന്നെ ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വാളയാറിൽ പീഡനത്തിനിരയായ സ്ത്രീകൾ സഹോദരിമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അമ്മയെയും രണ്ടാനച്ഛനെയും 3 കേസിൽ കൂടി CBI പ്രതി ചേർത്തു. ബുധനാഴ്ച കൊച്ചി CBI കോടതിയിലാണ് പ്രതി ചേർത്ത് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിൽ ഇരകളുടെ ബന്ധു കുട്ടി മധു പ്രതിയായ കേസിൽ കൂടുതൽ അന്വേഷണത്തിന് CBIക്ക് കോടതി അനുമതി നൽകിയിട്ടുമുണ്ട്. ഇനി മാധ്യമ BJP ഗൂഢാലോചന എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താക്കുറിപ്പ് കേന്ദ്ര സർക്കാർ രേഖയാക്കി എന്ന വാർത്തയുണ്ട്. BJP വക്താവ് അനിൽ ആന്റണി മുൻപ് പുറത്തുവിട്ട വാർത്താക്കുറിപ്പ് കേന്ദ്ര സർക്കാരിൻ്റേത് എന്ന പേരിൽ പ്രചരിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വന്ന വാർത്താക്കുറിപ്പാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സൈറ്റിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക രേഖ എന്ന രീതിയിലാണ് അത് പ്രചരിപ്പിച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നതാണ് M പ്രശാന്ത് ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നോ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയിൽ നിന്നോ ഇക്കാര്യത്തിൽ മറ്റ് പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അനിൽ ആന്റണി നേരത്തെ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ നിന്ന് പേര് നീക്കിയ ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസ്താവന എന്ന തരത്തിലാണ് CPIM വിരുദ്ധ മാധ്യമപ്രവർത്തകരിലേക്ക് മാധ്യമ സ്ഥാപനങ്ങളിലേക്കും എത്തിച്ചത്. ആധികാരികമെന്ന നിലയിൽ ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കി എന്നുകൂടി ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇനിയുമുണ്ട് നമുക്ക് വായിക്കാൻ പത്രങ്ങൾ. നമുക്ക് ഇനി ചന്ദ്രികയിലേക്ക് വരാം. ചന്ദ്രിക പത്രത്തിൽ ഹൈദരലി തങ്ങളുടെ വിയോഗത്തിന് 3 വർഷം എന്ന വാർത്തയാണ് ഉൾപേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചിത്രത്തോടൊപ്പം തന്നെയാണ് മാസ് ഹെഡിന്റെ ഡിസൈൻ. സ്റ്റാർട്ടപ്പ് റിപ്പോർട്ടിലും PR തട്ടിപ്പ് എന്ന വാർത്തയും ചന്ദ്രിക ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. ഷഹബാസിന്റെ പിതാവ് ഇക്ബാലിനെ ആശ്വസിപ്പിക്കുന്ന പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് സംഘത്തിന്റെ ചിത്രമാണ് ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഷഹബാസ് വധത്തിൽ മെറ്റയോട് വിവരങ്ങൾ തേടിയ അന്വേഷണ സംഘം എന്ന വാർത്തയും ചന്ദ്രിക പ്രാധാന്യത്തോട് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. സ്റ്റാർട്ടപ്പ് റിപ്പോർട്ടിലും PR തട്ടിപ്പ്. റിപ്പോർട്ട് തയ്യാറാക്കാൻ കേരള സർക്കാർ നൽകിയത് $48,000 എന്ന വാർത്ത കൂടി ചന്ദ്രിക ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സംസ്ഥാനത്ത് സ്റ്റാർട്ടപ്പ് മേഖലയിൽ വളർച്ചയുണ്ടായി എന്ന റിപ്പോർട്ട് തയ്യാറാക്കാൻ സംസ്ഥാനം ചെലവഴിച്ചത് $48,000. സ്റ്റാർട്ടപ്പ് ജീനോ എന്ന സ്ഥാപനത്തിന് പണം നൽകിയാണ് ഇത്തരമൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുറത്തുവിട്ടതിനെ ആസ്പദമാക്കിയാണ് ഇപ്പോൾ ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇന്ത്യക്കെതിരെയും അമേരിക്കയുടെ തീരുവ എന്നതാണ് പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു വാർത്ത. പകരത്തിന് പകരം തീരുവ ഏപ്രിൽ 2 മുതലായിരിക്കുമെന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതും പ്രാധാന്യത്തോടു കൂടി തന്നെ ചന്ദ്രിക ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഉൾപേജിലേക്ക് വന്നു കഴിഞ്ഞാൽ പേജ് 4 നേരത്തെ സൂചിപ്പിച്ച അനുസ്മരണം PK കുഞ്ഞാലിക്കുട്ടിയുടെ അനുസ്മരണമാണ്. ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഓർമ്മകൾക്ക് 3 ആണ്ട് പൂർത്തിയാവുകയാണ്. തങ്ങളുടെ വിയോഗം പാർട്ടിക്കും സമുദായത്തിനും നൽകിയത് വലിയ വിടവാണ്. തങ്ങളുടെ ഓർമ്മകൾ കുട്ടിക്കാലം മുതലേ തൻ്റെ ഓർമ്മയിലുള്ളത് പങ്കുവയ്ക്കുകയാണ് PK കുഞ്ഞാലിക്കുട്ടി. ഒപ്പം മണ്ഡല പുനർനിർണയ നീക്കത്തിൽ തമിഴ്നാട് ഒന്നിച്ച് നടത്തുന്ന നീക്കം, രമ്യ റാവു സ്വർണ്ണം കടത്തുന്നതിനിടയിൽ അറസ്റ്റിലായത്, ഇതൊക്കെ ചന്ദ്രിക പ്രാധാന്യത്തോടുകൂടി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റാഗിംഗ് കേസുകളിൽ UGCയെ കക്ഷി ചേർക്കുമെന്ന് നമ്മൾ നേരത്തെ മാതൃഭൂമിയിൽ കണ്ട വാർത്ത. ഒപ്പം അമേരിക്കയിൽ ഇന്ത്യൻ വിദ്യാർത്ഥിയെ വെടിവെച്ചു കൊന്നു. തെലങ്കാന സ്വദേശി 27-കാരൻ ഗംബ പ്രവീൺ എന്ന വിദ്യാർത്ഥി മരിച്ച വാർത്തയും പ്രാധാന്യത്തോടുകൂടി തന്നെ ചന്ദ്രിക നൽകിയിരിക്കുകയാണ്. ഇനി നമുക്ക് ദ ഹിന്ദുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ ഹിന്ദുവിൽ സെലൻസ്കീസ് ഓപ്പൺ ടു പീസ് ടോക്സ് മിനറൽസ് ഡീൽ എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നതാണ് വാഷിംഗ്ടണിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത. യുക്രൈനിൽ നിന്ന് സെലൻസ്കിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം എന്തായാലും സെലൻസ്കി ഔദ്യോഗികമായി ട്രംപിനെ അറിയിച്ചിരിക്കുന്നു. അങ്ങനെയൊരു അമേരിക്കയുടെ സഹായം തൻ്റെ രാജ്യത്തിന് റഷ്യയുമായുള്ള യുദ്ധത്തിനിടയിൽ ഇതിനിടയിൽ ഒരു കരാറിലേക്ക്
ഏർപ്പെടാൻ താൻ തയ്യാറാണ്. അത് സമാധാനമായ ഒരു ചർച്ചകളിലേക്ക്, അതോ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിലേക്ക് എത്തണം എന്നതാണ് ഇപ്പോൾ ഈ മിനറൽസ് കരാറിനൊപ്പം തന്നെ സെലൻസ്കിയും ആഗ്രഹിക്കുന്നത് എന്ന് ട്രംപ് പറഞ്ഞതായുള്ള വാർത്തയാണ് പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നത്. ഇനി ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പകരത്തിന് പകരം തീരുവ വരുന്നതിനെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ട്രേഡിൻ്റെ കൃത്യമായ കണക്ക് കൂടി എങ്ങനെയാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഇടയിൽ നടക്കുന്നത്, ഏപ്രിൽ 2024 മുതൽ നവംബർ 2024 വരെയുള്ള ആ കണക്ക് കൂടി ദ ഹിന്ദു വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. $52.9 ബില്യൺ ആണ് ഇന്ത്യയുടെ അമേരിക്കയിലേക്കുള്ള ടോട്ടൽ എക്സ്പോർട്ട്സ്. എന്നാൽ ഇന്ത്യയുടെ അമേരിക്കയിൽ നിന്നുള്ള ഇമ്പോർട്ട് എന്ന് പറയുന്നത് $29.6 ബില്യൺ ആണ്. അപ്പോൾ അതിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതലായി എക്സ്പോർട്ട് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ മെഷീനറി ഉണ്ട്, പ്രഷ്യസ് സ്റ്റോൺസ് ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട്. ഇമ്പോർട്ട് ചെയ്യുന്നത് മിനറൽ ഫ്യൂൽസ് ആൻഡ് ഓയിൽസ്, പ്രഷ്യസ് സ്റ്റോൺസ്, അതുപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ആൻഡ് ബോയിലേഴ്സ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അടി ചെന്നെത്തി നിൽക്കാൻ പോകുന്നത്? ഏപ്രിൽ 2 മുതൽ ഈ റെസിപ്രോക്കൽ താരിഫ്സ് ഉണ്ടാകുമെന്നുള്ളത് ഡൊണാൾഡ് ട്രംപ് എന്തായാലും ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. CPIM സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. കർട്ടൻസ് ഗോ അപ്പോൺ CPIM സ്റ്റേറ്റ് കോൺഫറൻസ് ഇൻ കൊല്ലം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആശ്രമ മൈതാനത്ത് സംഗമിച്ച റാലിയുടെ ചിത്രമടക്കം വിശദമായി തന്നെ കൊടുത്തിരിക്കുന്നു. പേജ് 6 ദ ഹിന്ദു സമ്മേളന വാർത്തകൾ പ്രാധാന്യത്തോടുകൂടി തന്നെ കൊടുത്തിട്ടുണ്ട്. റീട്രെയിൻ എക്സിസ്റ്റിംഗ് ലോക്സഭാ സീറ്റ്സ് ഫോർ നെക്സ്റ്റ് 30 years. തമിഴ്നാട്ടിൽ സംയുക്ത പ്രമേയം പാസാക്കിയത് സംബന്ധിച്ചുള്ള വാർത്തകൾ, അതൊരു കൃത്യമായ ഒരു സ്റ്റാൻഡിലേക്ക് സ്റ്റാലിൻ എത്തുകയാണ് എന്നതാണ് പ്രാധാന്യത്തോടുകൂടി ദ ഹിന്ദു നൽകിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ.